ആ വിരലുകളിൽ സദാ ജപമാല മണികളിങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. ആസ്പത്രിയിലെ ICUവിലും സ്വഭാവനത്തിലുമെല്ലാം. ശരീരം ദുർബലമായി മാത്രം പ്രതികരിച്ചിരുന്നപ്പോഴും ഇടയ്ക്ക് ശ്വാസം അല്പമാത്രമായപ്പോഴുമെല്ലാം ആ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്നു എന്നതിന് പൾസ് ഓക്സിമീറ്ററിലെ ഓക്സിജന്റെ അളവും അനങ്ങുന്ന വിരലുകളും അതിനിടയിലൂടെ പതിയെ മുന്നോട്ട് നീങ്ങുന്ന ജപമണിമാലകളുമായിരുന്നു തെളിവ്. കഴിഞ്ഞ ദിവസം തൻ്റെ 80-ാം വയസ്സിൽ വിട പറഞ്ഞ ചിന്നമ്മ എന്ന അമ്മയുടെ വിടവാങ്ങൽ അത്രത്തോളം വിശുദ്ധമായിരുന്നു. വൈദികരും സന്യസ്തരുമടക്കം അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തിയവർക്കും പറയാനുണ്ടായിരുന്നത് മുറ തെറ്റാതെ ആ കൈകളിലൂടെ ഊർന്നിറങ്ങിയിരുന്ന ജപമാലയെപ്പറ്റിയായിരുന്നു. ഊണിലും ഉറക്കത്തിലുമെല്ലാം. പരേതനായ ചൂണ്ടൽ പത്രോസിന്റെ സഹധർമ്മിണി ചിന്നമ്മയുടെ ഭൗതിക ശരീരം വടക്കാഞ്ചേരി ദേവാലയത്തിൽ അന്ത്യയാത്രയ്ക്കായി എത്തിച്ചപ്പോൾ 100 കണക്കിന് ആളുകളാണ് പ്രാർത്ഥനകളുമായി ചുറ്റും നിരന്നത്. ദിവസം 35ഓളം ജപമാലകൾ ചൊല്ലി വിവിധ നിയോഗാർത്ഥം സമർപ്പിച്ചിരുന്ന ചിന്നമ്മ ഒരു വിസ്മയമായിരുന്നു. മക്കളായ ജാൻസിക്കും ജാൻസനും വചനപ്രഘോഷകൻ കൂടിയായ ജോയ്സനും സിസ്റ്റർ ജിസല്ലയ്ക്കും കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കുമൊപ്പം സാന്ത്വനമായി നിരവധി വൈദികരും സന്യസ്തരും അൽമായ പ്രേക്ഷിതരും വിവിധ മേഖലകളിൽ നിന്നും നിരവധി ആളുകളും അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തു. നിത്യതയിലേക്ക് യാത്രയായ പ്രിയ അമ്മയ്ക്ക് IFI മിഷന്റെയും ജൈനീസ് മീഡിയയുടെയും അന്ത്യാഞ്ജലികൾ.